ഹായ്, വെൽക്കം ടു ക്രാക്കോൺ. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്ന കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. 2026 തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ നമ്മുടെ കറണ്ട് അഫയറിന്റെ ക്ലാസ് ആണ് ഇത്. 2026 അതായത് പുതുവർഷം തുടങ്ങി 2020 വർഷം തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ നമ്മുടെ കറണ്ട് അഫയറിന്റെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മളിന്ന് നന്നായിട്ട് തന്നെ ഈ വർഷം പഠിച്ചു കയറും. ഇത്തവണ എല്ലാ ലിസ്റ്റിലും നമ്മൾ പേരുണ്ടാവുമെന്ന് ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ ആരംഭിച്ചിട്ടുണ്ടാവുന്നതെന്നാണ് കരുതുന്നത്. നമ്മൾ ജനുവരി 1 തൊട്ട് തന്നെ അത്യാവശ്യം എല്ലാ പോസ്റ്റിലേക്കും ഉള്ളത് ഏകദേശം വിളിച്ചു കഴിഞ്ഞു. ഈ വർഷം നടത്തേണ്ട പ്രധാനപ്പെട്ട എല്ലാ പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ PSC വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട് 1-ാം തീയതിക്കുള്ളിൽ. അപ്പം എല്ലാവരും അപേക്ഷിച്ചിട്ടുണ്ട്, എല്ലാവരും പഠിക്കാൻ തുടങ്ങിയെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ തത്സമയ പേയ്മെന്റ് സംവിധാനം ഏതാണ്? അത് UPI ആണ് കേട്ടോ. UPI ആണ്. UPI എന്ന് പറയുന്നത് ഇന്ത്യയുടെ പേയ്മെന്റ് സിസ്റ്റം ആണ്. ഇന്ത്യയുടെ ഓൺലൈൻ തത്സമയ പേയ്മെന്റ് സിസ്റ്റം ആണ് UPI. അത് നിലവിലെ ലോകത്തിലെ ഏറ്റവും വലിയ തത്സമയ പേയ്മെന്റ് സംവിധാനമായി മാറിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഏറ്റവും വലുതെന്ന് പറയുന്നത് അമേരിക്കയുടേതായിരുന്നു. ഇപ്പം ഇന്ത്യയുടെയാണ്. ഇന്ത്യയുടെ നിലവിലെ ലോകത്തിലെ ഏറ്റവും വലിയ തത്സമയ പേയ്മെന്റ് സിസ്റ്റം ഏതാണ്? ഇന്ത്യയുടെ പേയ്മെന്റ് സിസ്റ്റം ആണ്. അതേതാണ്? അത് UPI ആണ്. 2025 സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിന് ജേതാക്കളായ ജില്ല ഏതാണ്? അത് കണ്ണൂരാണ് കേട്ടോ. 2025 സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായ ജില്ല കണ്ണൂർ. 2025 ഗ്ലോബൽ ഹ്യൂമൻ സൊസൈറ്റിയുടെ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാര അർഹനായ ആനന്ദ് അംബാനി ഉണ്ട്. ആരാണ്? ആനന്ദ് അംബാനിയാണ് 2020 ഗ്ലോബൽ ഹ്യൂമൻ സൊസൈറ്റിയുടെ ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരത്തിന് അർഹനായത്. ആരാണ്? ആനന്ദ് അംബാനിയാണ് കേട്ടോ. അടുത്ത 2025 കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു? അത് പാലസ്തീൻ 36. ഈ കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയായിരുന്നു. ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായതായിരുന്നു. കേന്ദ്രത്തിന്റെ കുറെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ള പ്രശ്നങ്ങളും അങ്ങനെ കുറെ പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. കുറെ കോൺട്രവേഴ്സീസ് വന്നിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ആയിരുന്നു കേരള അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ. അത് 2025 നടന്നത്. അപ്പൊ അതിനകത്ത് ആദ്യം പ്രദർശിപ്പിച്ചത് പാലസ്തീൻ 36 എന്നുള്ളതാണ്. ഇതിന് കുറെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഈ ചൊവ്വയിൽ 350 കോടി വർഷം പഴക്കമുള്ള ഗർത്തത്തിന് നൽകിയ പേരെന്താണ്? അത് കൃഷ്ണൻ ഗർത്തായിരുന്നു. എന്താണ്? കൃഷ്ണൻ ഗർത്തം എന്നാണ് ചൊവ്വയിൽ 350 കോടി എത്ര വർഷം 350 കോടി വർഷം പഴക്കമുള്ള ഗർത്തത്തിന് നൽകിയ പേര്. ഇനി കൃഷ്ണൻ ഗർത്തം എവിടെയാണ്? ഇവർക്ക് വേണമെങ്കിൽ വേറെ രീതി ചോദിക്കാം. അത് കൃഷ്ണൻ ഗർത്തം എന്ന് പറഞ്ഞ ഗർത്തം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിക്കാം. ആ ചൊവ്വയിൽ എത്ര വർഷം പഴക്കമുള്ളതാന്ന് ചോദിക്കാം. അത് 350 കോടി ഉണ്ടോ? അങ്ങനെ പല രീതി ഇവർക്ക് വേണമെങ്കിൽ മറിച്ചും തിരിച്ചും ചോദിക്കാവുന്നതാണ്. ഈ 2025 ഡിസംബറിൽ രാജസ്ഥാനിൽ വെച്ച് നടന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ വനിതാ ബാസ്കറ്റ്ബോളിൽ ജേതാക്കളായത് MG സർവകലാശാലയാണ്. ആരാണ്? MG സർവകലാശാല. അത് ഇമ്പോർട്ടൻറ്റ്, കാരണം കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയാണ് അതിൽ ജേതാക്കളായിട്ടുള്ളത്. അതായത് വനിതാ ബാസ്കറ്റ്ബോളിന് ജേതാക്കളായിട്ടുള്ളത് MG യൂണിവേഴ്സിറ്റി. അത് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ടാണ് ഈ കറണ്ട് അഫയറിന് ഇത്ര പ്രാധാന്യം. 2020 ഡിസംബറിൽ രാജസ്ഥാനിൽ വെച്ച് നടന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ വനിതാ ബാസ്കറ്റ്ബോളിൽ ജേതാക്കളായതാണ് MG സർവകലാശാലയാണ്. ഇനി ചോദിക്കും 2020 ഡിസംബറിൽ ഇന്തോനേഷ്യൻ സന്ദർശനം നടത്തുന്ന ഇന്ത്യൻ തീരദേശ സംരക്ഷണ സേനയുടെ കപ്പൽ അതേതാണ്? ICGS വിഗ്രഹയാണ് കേട്ടോ. ഏതാണ്? ICGS വിഗ്രഹയാണ് 2020 ഡിസംബറിൽ ഇന്തോനേഷ്യൻ സന്ദർശനം നടത്തുന്ന ഇന്ത്യൻ തീരദേശ സംരക്ഷണ സേനയുടെ കപ്പൽ. ഏതാണ്? 2020 ഡിസംബറിൽ ഇന്തോനേഷ്യൻ സന്ദർശനം നടത്തുന്ന ഇന്ത്യൻ തീരദേശ സംരക്ഷണ സേനയുടെ കേട്ടോ. ഏതാണ്? തീരദേശ സംരക്ഷണ സേനയുടെ കപ്പൽ ഏതാണ്? ICGS വിഗ്രഹ. ഏതാണ്? ICGS വിഗ്രഹ. ഇനി 2025 ബദിര ഒളിമ്പിക്സ് വനിതാ ഗോൾഫിൽ സ്വർണം നേടിയത് ദീക്ഷ ദാഗർ ആണ്. അതായത് 2025 ബദിര ഒളിമ്പിക്സിൽ വനിതാ ഗോൾഫിൽ സ്വർണം നേടിയത് ദീക്ഷ ദാഗർ. ഏതാണ്? 2025 ബദിര ഒളിമ്പിക്സിൽ വനിതാ ഗോൾഫിൽ സ്വർണം നേടിയതാരാണ്? ദീക്ഷ ദാഗർ. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പൽ INS താരഗിരി. ഏതാണ്? INS താരഗിരിയാണ് ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പൽ കേട്ടോ. ഏറ്റവും പുതിയ യുദ്ധക്കപ്പൽ ഏതാണ്? INS താരഗിരിയാണ്. ഇനി 2025 സുൽത്താൻ അസ്ലം ഷാ കപ്പ് ഹോക്കി ജേതാക്കളായ രാജ്യം അതായത് ബെൽജിയം കേട്ടോ. ബെൽജിയമാണ് സുൽത്താൻ അസ്ലം ഷാ കപ്പ് ഹോക്കി ജേതാക്കളായത്. ഏതാണ്? ബെൽജിയമാണ്. ബെൽജിയം. ഇനി ഈ ചോദ്യം നമുക്ക് കറണ്ട് അഫയർ അല്ലാതൊരു രീതിയിൽ ചോദിക്കാൻ പറ്റും. കാരണം ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിഗ്രി ലെവലിലൊക്കെ അത്യാവശ്യം നല്ല മാർക്കിൽ തന്നെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ചോദിക്കാൻ പറ്റുന്നതാണ് സുൽത്താൻ അസ്ലം ഷാ കപ്പ് ഏത് കായികനായിട്ട് ബന്ധപ്പെട്ടിരിക്കും? അത് ഹോക്കിയാണ് കേട്ടോ. ഹോക്കിയായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സുൽത്താൻ അസ്ലം ഷാ കപ്പ്. ഏത് കായികനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹോക്കിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വരാം. അത് കറണ്ട് അഫയർ അല്ല, അല്ലാതെ സ്പോർട്സിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്നത് നല്ല ചോദ്യമാണ് കേട്ടോ അത്. അപ്പം 2025 സുൽത്താൻ അസ്ലം ഷാ കപ്പ് ഹോക്കി ജേതാക്കളായ രാജ്യം ഏതാണ്? ഇത് ബെൽജിയം കേട്ടോ. അത് പ്രത്യേകിച്ച് അസ്ലം ഷാ കപ്പ് എന്ന് പറഞ്ഞത് ഹോക്കി കൂടി തന്നത് അത് ഏത് കായികനമാണ് ഈ അസ്ലം ഷാ കപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൂടി പഠിക്കാനായിട്ടാണ് ഇങ്ങനെ ഞാൻ തന്നത് കേട്ടോ. ഇങ്ങനെ ഒരു ഹോക്കി കൂടെ ചേർത്താനത്. ഇനി 2025 ഏഷ്യൻ ഗെയിംസിന് വേദിയാവുന്ന രാജ്യം ചോദിച്ചാൽ അതാണ് ജപ്പാനാണ് കേട്ടോ.
ഏതാണ് 2007 ഏഷ്യൻ ഗെയിംസിന് വേദിയാവുന്ന രാജ്യം അതേതാണ്? ജപ്പാൻ. ഏഷ്യൻ ഗെയിംസിന് വേദിയാവുന്ന രാജ്യം ഏതാണ്? ജപ്പാനാണ്. ഈ 2020 ഡിസംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച പശ്ചിമ ബംഗാളിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നം, അത് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ഒരു കാർഷിക ഉൽപ്പന്നം 2020 ഡിസംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ചത്. അത് ഏതാണ്? അത് ഡാർജിലിംഗ് മാൻഡറിൻ ഓറഞ്ച്. ഏതാണ്? ഡാർജിലിംഗ് മാൻഡറിൻ എന്ന് പറയുന്ന ഓറഞ്ചിനാണ് എന്ത് ഭൗമസൂചിക പദവി ലഭിച്ചത്. അത് എവിടുത്തെ ഓറഞ്ച് കാർഷിക ഉൽപ്പന്നമാണ്? പശ്ചിമ ബംഗാളിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നമാണ് കേട്ടോ. ഏതാണ്? പശ്ചിമ ബംഗാളിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നമാണ് ഡാർജിലിംഗ് മാൻഡറിൻ ഓറഞ്ച്. ഈ ടൈം മാഗസിന്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ 2021 തെരഞ്ഞെടുത്ത ആരാണ്? അജാ വിൽസനെയാണ് കേട്ടോ. അജാ വിൽസനാണ് ടൈം മാഗസിൻ അത്ലറ്റ് ഓഫ് ദി ഇയർ 2025 ആയിട്ട് തെരഞ്ഞെടുത്തത്. ആരാണ്? അജാ വിൽസനെയാണ്. അജാ വിൽസനാണ് ടൈം മാഗസിൻ അത്ലറ്റ് ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഈ ചെക്ക് റിപ്പബ്ലിക്കിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ആന്ത്രേജ് ബാബിസ്. ആരാണ്? ആന്ത്രേജ് ബാബിസ് ആണ് ചെക്ക് റിപ്പബ്ലിക്കിന്റെ പുതിയ പ്രധാനമന്ത്രി. ആരാണ്? ആന്ത്രേജ് ബാബിസ്. ഇനി 2002 ഡിസംബർ ലോകസഭയെ റൈറ്റ് ടു ഡിസ്കണക്ട് ബിൽ അവതരിപ്പിച്ച ആരാണ്? അത് സുപ്രിയ സൂളാണ് കേട്ടോ. സുപ്രിയ സൂളാണ് 2025 ഡിസംബറിൽ ലോകസഭയിലെ റൈറ്റ് ടു ഡിസ്കണക്ട് ബില്ല്. എന്താണ്? റൈറ്റ് ടു ഡിസ്കണക്ട് എന്നുള്ള ബില്ല് അവതരിപ്പിച്ച ആരാണ്? സുപ്രിയ സൂൾ. ഈ 2002 ഡിസംബറിൽ ലഡാക്കിൽ ചീഫ് സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? അത് ആശിഷ് കുദ്രയാണ്. ആരാണ്? ആശിഷ് കുദ്രയാണ് 2025 ഡിസംബറിൽ ലഡാക്കിന്റെ ചീഫ് സെക്രട്ടറിയായി നിയമിതനായത്. ആരാണ്? ആശിഷ് കുദ്ര. ഇന്ത്യയിൽ നിന്നുള്ള വിദേശ രാജ്യങ്ങളിലേക്കുള്ള കോട്ടൺ വസ്ത്രം കയറ്റുമതിയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് കോട്ടൺ വസ്ത്രം കയറ്റുമതി ചെയ്യുന്നതിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം. ഈ കയറ്റുമതിയിൽ ചില കാര്യങ്ങൾ കയറ്റുമതിയിൽ ഒന്നാമതെത്തിയത് ഏത് സംസ്ഥാനമാണെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ കാർഷികപരമായിട്ട് ചോദിക്കുമ്പോൾ കാർഷിക ഉൽപ്പന്നത്തിൽ ഓരോ ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ഇങ്ങനെ ചോദിക്കാറ്. അത് വരാറുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പൊ അതും കറണ്ട് അഫയറിൽ പഠിച്ചിരിക്കുന്ന ചോദ്യമാണ്. കാരണം ഇപ്പം നെല്ലുൽപാദനത്തിൽ ഏറ്റവും മുന്തി നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനം ഇന്ത്യയിലെ ഏതാണ്? പിന്നെ ഗോതമ്പ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, കരിമ്പ് ഉൽപാദനത്തിൽ, ഇങ്ങനെ ഓരോന്നും ചോദിക്കാറുണ്ട്. പിന്നെ കുറെയൊക്കെ സാധനങ്ങളും അങ്ങനെ മാറിപ്പോവാറില്ല. സ്ഥിരം ഒരേ സംസ്ഥാനം തന്നെ ആയിരിക്കും. ചിലതിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാറുള്ളത്. അപ്പൊ അതൊക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പഠിച്ചു നോക്കാം കേട്ടോ. അതൊക്കെ ജോഗ്രഫിയിലുള്ള ഭാഗമാണ്. ജോഗ്രഫിയിൽ കൃഷിയും ബന്ധപ്പെട്ട ഭാഗങ്ങളിലും അനുബന്ധം എന്നുള്ള ഭാഗങ്ങളിൽ പെട്ടതാണത്. അപ്പൊ അത് നന്നായിട്ട് പഠിച്ചു നോക്കാം. ജോഗ്രഫി അതൊക്കെ നന്നായിട്ട് നോക്കി നോക്കാം. ഇപ്പൊ ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ കോട്ടൺ വസ്ത്രം കയറ്റുമതിയിൽ ഒന്നാമത്തെ സംസ്ഥാനം ചോദിച്ചാൽ അതേതാണ്? അത് തമിഴ്നാടാണ്. ഇനി നിയമവിരുദ്ധമായി പ്രവർത്തിച്ചതിന് 2001 ഡിസംബറിൽ യൂറോപ്യൻ യൂണിയൻ പിഴ ചുമത്തിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? എക്സ് ആണ് കേട്ടോ. ഏതാണ്? എക്സ്. ഇലോൺ മസ്കിന്റെ എക്സ് ഇല്ലേ, പഴയ ട്വിറ്റർ ആണ് ഇപ്പോഴത്തെ എക്സ് എന്ന് പറയുന്നത്. അതിനാണ് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചതിന് 2001 ഡിസംബറിൽ യൂറോപ്യൻ യൂണിയൻ പിഴ ചുമത്തിയത് കേട്ടോ. ഏത് സോഷ്യൽ മീഡിയക്കാണ് കിട്ടിയത്? എക്സിനാണ് കിട്ടിയത് കേട്ടോ. ഇനി മാലദ്വീപിൽ ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിച്ച വിമാനത്താവളം ഏതാണ്? മാലദ്വീപിൽ ഇന്ത്യയുടെ സഹായത്തോടെ ഒരു വിമാനത്താവളം അത് നിർമ്മിച്ചത് ഹനിമാതു അന്താരാഷ്ട്ര വിമാനത്താവളം. ഏതാണ്? ഹനിമാതു അന്താരാഷ്ട്ര വിമാനത്താവളമാണ് മാലദ്വീപിൽ ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിച്ച വിമാനത്താവളം. അതാണ് ഹനിമാതു അന്താരാഷ്ട്ര വിമാനത്താവളം. ഹനിമാതു അന്താരാഷ്ട്ര വിമാനത്താവളം. 2002 ഡിസംബറിൽ ഒഡീഷയിൽ വെച്ച് നടന്ന ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ കോൺക്ലേവിന് പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പദ്ധതികൾ ഏതൊക്കെയാണ്? അത് ഡിജി കേരളം, കൈറ്റ്. ഈ രണ്ട് പദ്ധതികൾക്കാണ് 2002 ഡിസംബറിൽ ഒഡീഷയിൽ വെച്ച് നടന്ന ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ കോൺക്ലേവിൽ പുരസ്കാരം ലഭിച്ചത്. അത് കേരളത്തിലെ പദ്ധതികൾക്കാണ്. അതാണ് ഏതൊക്കെയാണ്? ഡിജി കേരളവും കൈറ്റും. അത് ഓർത്ത് വെച്ചാൽ ഡിജി കേരളവും കൈറ്റും ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഈ 2002 ഡിസംബറിൽ നിശ ക്ലബിന് തീപിടിച്ച് 23 പേർ മരണപ്പെട്ട ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ടായ സംസ്ഥാനം ഏതാണ്? ഗോവയുണ്ടോ. 2002 ഡിസംബറിൽ നിശ ക്ലബിന് തീപിടിച്ച് 23 പേര് മരണപ്പെട്ടു. ആ മരണപ്പെട്ട ഒരു ദുരന്തം ഉണ്ടായത് ഗോവയെ വെച്ചാണ്. ഏത് സംസ്ഥാനത്ത് വെച്ചാണ്? ഗോവ വെച്ചാണ് ഈ ഒരു ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇനി സോഷ്യൽ ഇന്റൻസീവ് റിവേഷൻ, അതായത് SIR ഇപ്പം SIR എന്നുള്ളത് മെയിൻ ആയിട്ട് എല്ലാവരും TV-ലൊക്കെ കേട്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടാവില്ലേ. അപ്പൊ സോഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ആണ്. അതിന്റെ ഫുൾ ഫോം എന്താണ്? സോഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. അത് ഓർത്ത് വെച്ചോട്ടെ. SIR-ന്റെ ഫുൾ ഫോം ഒക്കെ ചിലപ്പോൾ ഈ PSC എടുത്ത് വയ്ക്കണം. കാരണം ഇപ്പൊ 2 മാസമായിട്ട് SIR തന്നെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. എപ്പോൾ നോക്കിയാൽ TV തുറന്നാലും SIR എന്നൊക്കെ ആയിരിക്കും കേൾക്കുന്നത്. ഇതിലും പത്രത്തിലും ന്യൂസിലൊക്കെ ഇത് തന്നെയാണ് കാണുന്നത്. ഇപ്പൊ SIR എന്ന് പറയുമ്പോൾ SIR-ന്റെ പൂർണ്ണരൂപം പറയുന്നത് അതെന്താണ്? സോഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. അതാണ് SIR. എന്താണ്? സോഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ആണ് SIR. ഈ SIR-ന്റെ ഭാഗമായി വോട്ടേഴ്സ് ലിസ്റ്റ് 100% ഡിജിറ്റലൈസ് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആ രാജസ്ഥാനായിട്ട്. ഈ SIR-ന്റെ ഭാഗമായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിനെ 100%, അത് 100% ഡിജിറ്റലൈസ് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഏതാണ്? അത് രാജസ്ഥാനാണ്. ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ രാജസ്ഥാനാണ്. ഈ 2020 SIR നടപടികൾ അത് SIR നടപടികൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്ത കേരളത്തിലെ ആ ജില്ല ചോദിച്ചാൽ അതാണ്? അത് കാസർഗോഡാണ്. സംസ്ഥാനം ചോദിച്ച രാജസ്ഥാനാണ്. ഡിജിറ്റലൈസ് ചെയ്ത കേരളത്തിലെ ആദ്യ ജില്ല ചോദിച്ചാൽ ഏതാണ്? അത് കാസർഗോഡാണ് കേട്ടോ.
ഇനി അനാഥരായവർക്ക് വിദ്യാഭ്യാസത്തിനും ജോലിയും 1%, അതായത് 1% സംവരണം ഏർപ്പെടുത്തി ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ മഹാരാഷ്ട്ര ഉണ്ടോ. അനാഥരായവർക്കും വിദ്യാഭ്യാസത്തിനും ജോലിയിലും 1% സംവരണം ഏർപ്പെടുത്തി ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ മഹാരാഷ്ട്ര ഉണ്ട്. മഹാരാഷ്ട്രയാണ് അങ്ങനെ ഏർപ്പെടുത്തി. ഇനി സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസിന്റെ ചെയർമാനായി ചുമതലയേറ്റ ആരാണ്? അത് വിവേക് ചതുർവേദിയാണ്. ആരാണ്? വിവേക് ചതുർവേദിയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസിന്റെ ചെയർമാനായി ചുമതലയേറ്റത്. ആരാണ്? വിവേക് ചതുർവേദി. വിവേക് ചതുർവേദിയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസിന്റെ ചെയർമാനായി ചുമതലയേറ്റത്. വിവേക് ചതുർവേദി. ഈ 2007 ഡിസംബറിൽ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ ചുമതലയേറ്റ ആരാണ്? രാജ്കുമാർ ഗോയലാണ്. ആരാണ്? രാജ്കുമാർ ഗോയൽ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയർ ആണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. കാരണം വിവരാവകാശ കമ്മീഷണർ, മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്നും മനുഷ്യാവകാശ കമ്മീഷണർ ആരാന്നും അങ്ങനെ ഇങ്ങനെയുള്ള ഈ മെയിൻ ആയിട്ടുള്ള പദവികളിൽ ഇരിക്കുന്നത്, അതായത് ഓരോ കമ്മീഷണറിന്റെയും ചുമതലയുള്ളത് ആരാണെന്ന് എല്ലാ തവണയും ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് വിവരാവകാശം, മനുഷ്യാവകാശമൊക്കെ, വനിതാ കമ്മീഷനൊക്കെ എന്താ ചോദിക്കും, ഒന്നെങ്കിൽ കേരളത്തിലെ ചോദിക്കും അല്ലെങ്കിൽ കേന്ദ്രത്തിലെ ചോദിക്കും. ഇതിപ്പോ കേന്ദ്രത്തിൽ മാറിയതുകൊണ്ട് തന്നെ വിവരാവകാശ കമ്മീഷനിൽ എന്തായാലും ഇതൊരു കൺഫയർ ആയിട്ട് നന്നായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. ഏതെങ്കിലും ഒരു എക്സാമിന് എന്തായാലും ചോദിക്കും, ഇത് ഉറപ്പാണ്. അത്ര 100% ഒരു ചോദ്യം ഇത് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇത് 2007 ഡിസംബറിൽ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയത് ആരാണ്? അതാരാണ്? രാജ്കുമാർ ഗോയൽ. ആരാണ്? രാജ്കുമാർ ഗോയൽ. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം കൂടിയുണ്ട്. അതായത് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി, അതായത് മുമ്പ് അത് പഠിച്ചത് രാജ്കുമാർ ഗോയലാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അതുകൂടാതെ വേറെ വിവരാവകാശ കമ്മീഷന്മാരുണ്ട് അവിടെ. ആ കമ്മീഷന്മാരായിട്ട് നിയമിതരായതിൽ മലയാളിയായിട്ട് ആദ്യത്തെ മലയാളി, അതായത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിയമിതനായ മലയാളി അല്ലെങ്കിൽ ആദ്യത്തെ മലയാളി വെച്ചാൽ ആരാണ്? PR രമേശ് ആണ് കേട്ടോ. PR രമേശാണ് 2007 ഡിസംബറിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനായി നിയമിതനായ മലയാളി. ആരാണ്? PR രമേശ്. മറ്റേതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട്, അതായത് രാജ്കുമാർ ഗോയലിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചിലപ്പോൾ ഇതാണ് കൂടുതൽ ചോദിക്കാൻ സാധ്യത കൂടുന്നത്. കാരണം വെച്ചാൽ ഇതൊരു മലയാളിയാണ്. PR രമേശ് എന്ന് പറയുന്ന ഒരു മലയാളിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായ മലയാളി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? PR രമേശ് ആണ്. അപ്പൊ ഇത് രണ്ട് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളൂ, നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ. ഈ പദവികൾ, വ്യത്യസ്ത പദവികളും ഈ തലപ്പത്തിരിക്കുന്നവരെയൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നവരൊക്കെ അപ്പപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം കറണ്ട് അഫയറിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണത്. ഈ 2007 ഡിസംബറിൽ ചെന്നൈയിൽ വെച്ച് നടന്ന സ്ക്വാഷ് ലോകകപ്പിൽ ജേതാക്കളായ രാജ്യം ചോദിച്ചാൽ അതേതാണ്? അത് ഇന്ത്യയാണ് കേട്ടോ. 2007 ഡിസംബറിൽ ചെന്നൈയിൽ വെച്ച് നടന്ന സ്ക്വാഷ് ലോകകപ്പിൽ ജേതാക്കളായ രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയാണ്. ഇനി കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ നാഷണൽ എനർജി കൺസർവേഷൻ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം അതേതാണ്? അത് ആന്ധ്രാപ്രദേശ്. ഏതാണ്? ആന്ധ്രാപ്രദേശാണ് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ നാഷണൽ എനർജി കൺസർവേഷൻ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം. അതേതാണ്? ആന്ധ്രാപ്രദേശാണ്. ഇനി 2027 ഡിസംബർ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച റഷ്യൻ സർക്കാരിന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ ഏതാണ്? റഷ്യ ടുഡേ. അതാണ് റഷ്യ ടുഡേ ആണ് 2027 ഡിസംബറിൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച റഷ്യൻ സർക്കാരിന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ. ഏതാണ്? റഷ്യ ടുഡേ. ഇനി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ബ്രാൻഡ് അംബാസിഡർ ആവുന്ന ആദ്യം വനിത ചോദിച്ചാൽ ആരാണ്? അത് ഹർമൻ പ്രീത് കൗർ ആണ്. ആരാണ്? ക്രിക്കറ്റർ ആയിട്ടുള്ള ഹർമൻ പ്രീത് കൗർ ആണ് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡർ ആവുന്ന ആദ്യ വനിത. ആരാണ്? ഹർമൻ പ്രീത് കൗർ. ഈ ഹർമൻ പ്രീത് കൗർ ആരാണ്? ഒരു ക്രിക്കറ്ററാണ്, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിലെ ക്രിക്കറ്ററാണ്. ഇനി പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി നിയമിതനായ ആദ്യ വനിത ആരാണ്? അത് സംഗീത ബൗറ പിഷാരടി. ആരാണ്? സംഗീത ബൗറ പിഷാരടി. അതാണ് പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയ നിയമിതയായ ആദ്യ വനിത. അതാണ് ഇമ്പോർട്ടന്റ്, ആദ്യ വനിത. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആദ്യ വനിതയാണ് സംഗീത ബൗറ പിഷാരടി. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയർ എന്ന് പറയുന്നത്. അപ്പം മറ്റൊരു കറണ്ട് അഫയർ സെഷനായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും താങ്ക് യു.